ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നെക്ലസ് കളക്ഷൻസ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. 4ാമത്തെ പെട്ടി. ഓക്കെ, അപ്പം എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. കുറേ പേര് ചോദിച്ചു ലൈവ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിരുന്നു. ഞാനൊരു 8:30 ആയപ്പോഴത്തേക്കും ലൈവ് വരാമെന്ന് വിചാരിച്ചാണ്. കാരണം ഇന്നലെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് കുറേ പേര് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ടൈം എല്ലാവർക്കും ഓക്കെ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് കളക്ഷൻസ് ആണ്. എത്ര എണ്ണം ഉണ്ട്? 23 5 21 എണ്ണേ ഉള്ളൂ കേട്ടോ. 21 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ എല്ലാവരുടെ അടുത്തോട്ടും. നിങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ കുറച്ച് പേരുടെ കയറിയിട്ട് ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാവേ. ലൈവിലുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ. ഹായ് ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ഞാൻ ലൈവ് ആണോ എന്നും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യണം. ഗീതു വിജേഷിന്റെ കമന്റ് കുറെ പേര് കണ്ടോ? അതാ ഞാൻ പറയാൻ എനിക്കത് വരുന്നില്ലായിരുന്നു. രമ്യ അനീഷ് ഹായ്, ശ്രീവിദ്യ ഹായ്, പ്രിയ ഹായ്, രജിത കോട്ടയിൽ ഹായ്, മായ മേനോൻ ഹായ്, ശ്രീജ രമേശ് ഹായ്, വിജയലക്ഷ്മി ഹായ്, അഖില ഹായ്. സുഖമാണ് ആന്റി. ദീപ ജയകൃഷ്ണൻ ഹായ്, മീര സനിൽ ഹായ്. ഓക്കെ, അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോണ സിമ്പിൾ നെക്ലസ് കളക്ഷൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസിന്റെ കളക്ഷൻസ് ആണ്. ഒള്ളി നെക്ലസ് ആണ് കേട്ടോ. 21 കളക്ഷൻസേ ഉള്ളൂ. അപ്പൊ നമുക്ക് കൊച്ചു വിളിച്ചോ. ശ്രീജ രമേശ് സുഖമാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരും കൂടെ ഒന്ന് കയറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം താമസിക്കത്തില്ല. എല്ലാവർക്കും ഒരു മിനിറ്റ്, ഞാൻ ഇൻസ്റ്റയിൽ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഇൻസ്റ്റയിൽ കുറച്ച് പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ആദ്യമേ കാണിച്ചു തരാം. നിങ്ങൾ നമ്മളുടെ വീഡിയോ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ താഴെ ഈ ഷെയർ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ റൈറ്റിലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിത് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ നൗ കൊടുത്താൽ മതി. ഷെയർ നൗ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ പേജിലേക്ക് തന്നെ, നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് തന്നെ ഷെയർ ആയിക്കോളും. ജലദോഷമുണ്ട്, ചുമയുണ്ട്, അപകടമുണ്ട്, എല്ലാം ഉണ്ട്. പനി മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ശ്വാസം മുട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് വലുതാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത് ഇതാണ്. ഞാനിതൊന്ന് നമ്മളുടെ ഇൻസ്റ്റയിലോട്ടും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ. ഇൻസ്റ്റയിൽ കുറേ പേര് ചോദിച്ചിരുന്നു. പനിയില്ല നിഷ, എനിക്ക് പനിയില്ല, ദൈവം സഹായിച്ചു. പക്ഷെ കഫമുണ്ട്. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഉള്ള കഫം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോഴത്തെ കാലാവസ്ഥയുടെയാ, വേറൊന്നുമല്ല. ഓക്കെ, നമ്മൾ ഇൻസ്റ്റയിൽ ലൈവ് വരാത്ത എന്നാന്നോ കുറേ പേര് കാരണം ഇൻസ്റ്റയിൽ അങ്ങനെ അധികം പേര് ആൾക്കാർ കാണുന്നില്ല എന്നതിനെ മാത്രമല്ല, അത് എല്ലാവർക്കും കുറച്ചും കൂടെ എല്ലാവർക്കും ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത് നമ്മളുടെ ഇതിലാണ്, FBയിലാണ്. മാത്രമല്ല FBയിൽ ലൈവ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പാരലി നിങ്ങൾക്ക് വേറെ പരിപാടികളും ചെയ്യാം. വേറെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ടാണേ. ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു അജിത കുമാരി ഹായ്. താങ്ക് യു. സുഖമാണ്. ലിയ അനൂപ് ഹായ്. ആവി പിടിക്കുന്ന നല്ലതാണ്. എനിക്ക് ആവി പിടിക്കുന്ന നല്ലതാണെന്ന് അറിയാം. പക്ഷേ ആവിയുടെ പ്രശ്നം എന്നാണെന്നറിയോ? എനിക്ക് ആവി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് കൂടും. സൈനസിന്റെ പ്രശ്നവും ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു സമ്മേളനമാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെപ്പാടപ്പെടും.
അപ്പോൾ അതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. NL സീരീസ് ആണ് ഇന്നത്തെ ലൈവ്. N ഫോർ നെക്ലസ്, L ഫോർ ലക്നൗ. NL സീരീസ് ആണ്. സിമ്പിൾ നെക്ലസ് കളക്ഷൻസിന്റെ കോഡ് നമ്പർ ആണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യാൻ നേരത്തെ പറഞ്ഞാൽ മതി. ആ ഒരു NL എന്നുള്ള ഒരു ആൽഫബറ്റ് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, NL സീരീസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സെറ്റ് തന്നെ നമ്മളുടെ പ്രൊമോയിലിട്ട ഐറ്റം ആണ്. താങ്ക് യു സോ മച്ച് രജിത. പ്രൊമോയിലിട്ട ഐറ്റം ആണ്. മോസ്റ്റ്ലി എല്ലാ മാലയുടെയും കൂട്ടത്തിൽ കമ്മലുണ്ട്. കമ്മലില്ലെങ്കിൽ അത് കാണിക്കത്തില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ്. എഗെയിൻ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്, ഇക്കണോമി കളക്ഷൻസ് ആണ്. NL01 ആണ്. 690 റുപ്പീസ്. നല്ല ചെട്ടിനാട്, ആന്റിക് ചെട്ടിനാട് ഫിനിഷിലുള്ള നെക്ലസ് ആണ്. 690 റുപ്പീസ് ഉള്ളി. ശോഭന ശ്രീനാഥ് ഹായ്. NL01 ആണ്. 690, 690 രൂപ. 690 റുപ്പീസ്. NL01 ഒന്നാമത്തെ സെറ്റാണ്. നല്ല ഒരു നമ്മുടെ ഈ ആന്റിക് ആയിട്ടുള്ള ഒരു നഗാസ് രീതിയിലുള്ള ഒരു മാലയാണ്. നഗാസ് വർക്കല്ല എങ്കിലും നഗാസ് പോലെ തോന്നിക്കുന്ന ഒരു നല്ലൊരു ചോക്കറാണ്. ഇതിന് നല്ല ഒരു സ്റ്റഡാണ് വന്നിരിക്കുന്നത്. മാങ്ങയുടെ ഒരു സ്റ്റഡാണ്, ഒരു കുട്ടി സ്റ്റഡാണ് വന്നിരിക്കുന്നത്. NL01 ആണ്. സ്വപ്ന സുമൃതി ഹായ്, താങ്ക് യു സോ മച്ച്. NL01 ആണ്. 690 റുപ്പീസ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. മാല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇതാണ് മാല. ഓക്കെ, ഇതാണ് മാല. സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് എങ്കിലും ആ മാല ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്തി കിടക്കും. ഒത്തിരി വലുതാണെന്ന് നിങ്ങൾക്ക് ഫോട്ടോയിൽ അതിൽ കാണുവാണെങ്കിലും പക്ഷെ കഴുത്തയിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വലിപ്പമൊന്നും തോന്നിക്കത്തില്ല കേട്ടോ. NL01 ആണ്. 690, 690 രൂപ. 690. കുറച്ച് ഇറക്കിയാണേലും ഒക്കെ ഇടാൻ പറ്റും. ഈ ഒരു ത്രെഡ് കാണുക ഇടുന്നതും ഒക്കെ ഇപ്പൊ ട്രെൻഡ് ആണ് ആക്ച്വലി. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റൈൽ ചെയ്യുക. ഓക്കെ, അപ്പൊ NL01 ആണ്. 690, 690. അത് ഇത് ക്ലോസപ്പിൽ കാണിക്കാം. ഓക്കെ, 690 റുപ്പീസ്. പുറകിലത്തെ കണക്ഷൻ ഇങ്ങനെയാണ് കേട്ടോ. NL01 ഒന്നാമത്തെ കോഡാണ് ഇതിപ്പോ കാണിച്ചത്. 690. ഹായ് പ്രേമ മാം. അടുത്തത് NL02 ആണ്. ഇതൊരു കാശ് നെക്ലസ് വിത്ത് എനാമൽ ആയിട്ടുള്ള ഒരു ഗോപി തിലകത്തിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു ഫ്യൂഷൻ നെക്ലസ് ആണിത്. NL02 ആണ്. 670 റുപ്പീസ്, 670 രൂപ. ഇതാണ് നെക്ലസ്. ഹായ് ജിൽന. NL02 ആണ്. ദേവിയുടെ ഒരു കാശിന്റെ കോയിൻ വരുന്നു. അതിന്റെ ഇടയ്ക്കൂടെ ഗോപി തിലകം ആയിട്ടുള്ള ഡിസൈൻ. അതിൽ എനാമൽ ആണ്. മേളിൽ സ്റ്റോൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്റ്റോൺ ആണ്, മേളത്തെ എനാമൽ അല്ല, മേളത്തെ സ്റ്റോൺ ആണ്. NL02 ആണ്. 670, 670 രൂപ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാശിന്റെ നെക്ലസ് ആണ്. NL02 ആണ്. 670. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള കാശുമാലയാണ്. സിമ്പിൾ കാശുമാലയാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫുൾ കാശ് അടുപ്പിച്ച് വരുന്നില്ല. ഇടയ്ക്ക് ഒരു റെഡ് എലമെന്റും കൂടെ ചേർന്ന് വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ. അതെ കണ്ടോ, ഞാൻ ഇങ്ങനെ കഴുത്ത് വഴി ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ സമയം പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇത് കണ്ടോ, NL02 ആണിത്. NL02 670, 670 രൂപ കേട്ടോ. 670. അടുത്തത് NL03 ആണ്. ഇത് നല്ലൊരു സെറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെമ്പിൾ ഡിസൈൻ, നമ്മുടെ ഗോൾഡ് ലുക്ക് ലൈക്ക് ചോക്കറിന്റെ ഒക്കെ ഒരു റീക്രിയേഷൻ ആണിത്. NL03 ആണിത്. NL03 ഞാൻ വെച്ച് കാണിക്കാം. NL03 ആണ്. 720 റുപ്പീസ് ആണ്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മൽ ഇതാണ്. ദേവിയുടെ ഒരു സ്റ്റഡാണ് വന്നിരിക്കുന്നത്. NL03 720 റുപ്പീസ് ഉള്ളി. 720 റുപ്പീസ്, 720 രൂപ. 720, 720 ആണിത്. NL03 ആണ്. NL03 ആണത്. 720 റുപ്പീസ്, 720 രൂപ. 720. നേരത്തെ തുടങ്ങിയോ? 8:30 ആയപ്പോഴേ തുടങ്ങിയുള്ളൂ പ്രിയ. അമൃത ഹായ്ഡാ. ഒന്ന് ഷെയർ ചെയ്യണേ. അറിയാവുന്നവർ മാക്സിമം എല്ലാവരും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. നമ്മളുടെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയുടെ താഴെയായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെയുള്ള ഈ ഷെയർ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു ആരോ ഷെയർ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഷെയർ. വേറെ ആരുടെയൊക്കെ ഫോട്ടോ വന്നു. ഒരു മിനിറ്റ്, 1 മിനിറ്റ്. അതോ ഈ ഒരു ഷെയർ ബട്ടൺ ഇല്ലേ, ഇവിടുത്തെ ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് നൗ, ഷെയർ നൗ കാണും. ഓക്കെ, അതിനകത്ത് ഷെയർ ചെയ്താൽ മതിയേ. ദീപ ആദിത്യ ഹായ്. അപ്പൊ ഇനി അടുത്ത സെറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. ക്ലോസപ്പിൽ കാണിക്കാം. നടുക്ക് ചുട്ടിയുടെ ലോക്കറ്റ് വരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും കാശ്, പിന്നെ അങ്ങോട്ട് ഗോൾഡിന്റെ
അല്ല ഗോൾഡ് അല്ല, നമ്മുടെ മാങ്ങയുടെ ഡിസൈൻ ആണ്. ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം. NL03 ആണ്. 720 rupees ആണ് കേട്ടോ. 720. ഹായ് രമ്യ ബിനു, ഹായ് ലക്ഷ്മി. കണ്ട NL03 720. ഇതാണ് മാല. സിമ്പിൾ ആയിട്ടുള്ള മാലയാണ്, പക്ഷെ നല്ല ലുക്കാണ്. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ്. ഈ ഒരു മാലയുടെ കൂട്ടത്തിൽ മേളിൽ വേറൊരു മാലയായിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യുകയൊക്കെ ചെയ്യാം. അടുത്തൊരു മാല വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. NL03 ആണിത്. 720 rupees, 720 രൂപ. 720. ഇപ്പൊ ലെയറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴെന്നല്ല, എന്നും മയൂര എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കോംബോ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ട് മുതലേ കോംബോ സ്റ്റേറ്റ്മെന്റ്സ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്, ഡ്യുവൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ കോംബോ നെക്ലസ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് മുതലേ നമ്മുടെ ട്രെൻഡ്, നമ്മുടെ സിഗ്നേച്ചർ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് അത് ഇതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ നെക്ലസുകൾ ഇട്ടിട്ട് മേളിൽ ഒരെണ്ണം കൂടെ ആയിട്ട് നിങ്ങൾക്ക് കോംബോ ചെയ്ത് കാണിക്കാം. ഇതിപ്പോ കിടക്കട്ടെ, ഞാൻ പറയാം. NL03 ആണിത്. 720 കേട്ടോ. 720. അതിന്റെ കമ്മൽ ഇതാണ്, സിമ്പിൾ ആയിട്ടുള്ള കാശിന്റെ സ്റ്റഡ്. NL03. അടുത്തത് NL04 ആണ്. ദേ ചെയിനിൽ ഇങ്ങനെ പെൻഡന്റ് വരുന്ന ഒരു സെറ്റാണ്. ചെയിനിൽ പെൻഡന്റ് ഇൻ ദ സെൻസ് ഇതാണ്, സിമ്പിൾ ആയിട്ടുള്ള ചെയിനിൽ ഇങ്ങനത്തെ ഡ്രോപ്സ് ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. NL04 ആണിത്. 590 rupees only. 590. NL04 ആണ്. ഇന്ദു GS ഹായ്. NL04 ആണ്. നല്ല ഒരു മിനിമലിസ്റ്റിക് ഒരു എന്താ പറയണ്ടേ, ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആണ്. ഓക്കെ. NL04 ആണിത്. 590, 590. NL04 590. NL04 ആണ്. 590 rupees, 590 രൂപ. NL04 സിമ്പിൾ ആയിട്ടുള്ള സെറ്റാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റാണ്. ഇങ്ങനെ ഡ്രോപ്സ് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. NL04. ഓക്കെ. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് കാണിക്കാം. അടുത്ത സെറ്റ് NL05 ആണ്. NL05 ആണിത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിട്ടി സെറ്റാണ്. രഞ്ജു ബിനു ഹായ്. നോ ജയശ്രീ, ജസ്റ്റ് ഇതേ 5ാമത്തെ ആയതേ ഉള്ളൂ കേട്ടോ. NL5 ആണിത്. 990. ഇത് റിയൽ ലുക്ക് ലൈക്ക് ഗോൾഡിന്റെ, ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഗോൾഡിന് ലുക്ക് ലൈക്ക് തന്നെയാണ്, പക്ഷെ ഇത് ഗോൾഡിന്റെ അതേപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ. NL05 ആണിത്. 990 rupees, 990 rupees. ഇത് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന മാലയുടെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോംബോ ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ മാല ഉരാഞ്ഞത്. NL05 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 990 rupees ആണ് കേട്ടോ. ഇതിങ്ങനെ ചോക്കറായിട്ട് കെട്ടിയിട്ട് ഇതിങ്ങനെ ചോക്കറായിട്ട് കെട്ടിയിട്ട് ഇത് താഴോട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണ് സുധാർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആണെന്ന് തോന്നത്തുമില്ല, എങ്കിൽ താഴോട്ട് കിടക്കുകയും ചെയ്യും. നല്ല ഭംഗിക്ക് നിങ്ങൾക്ക് അതൊരു സ്റ്റൈൽ ചെയ്യാം. കണ്ട NL05 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 990. NL05 990. ഇത് കേട്ടോ മേളിത്തതാണ്. മക്കൾ സുഖമായിരിക്കുന്നു. കുഞ്ഞുമോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കൈച്ചെയിൻ കൊണ്ടുവരാമോ? കൈച്ചെയിൻ കൊണ്ടുവരാം കുഞ്ഞാറ്റ. ആൻറ്റി, ഞാൻ ഒരു കാര്യം എല്ലാവരോടും കൂടെ ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ? യെസ് ഓർ നോ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ഓരോരുത്തരെ വെച്ച് മനസ്സിലാവും, അതുകൊണ്ടാണ്. താങ്ക് യു ജയശ്രീ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് NL05 ആണ്. 990 കേട്ടോ. 990. NL05 ആണ്. 990. 990 രൂപ കേട്ടോ. 990. ഞാൻ ഇട്ടിരിക്കുന്നത് NL02 ആണ്, അല്ല NL03 ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ റേറ്റ് 720. അതുൽ കൃഷ്ണ ഹായ്. ഇത് കേട്ടോ, ഇത് 720 ആണ്. ഓക്കെ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തവരൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. കനകം ദോഷി ഹായ്. ഓക്കെ. ഞാനത് അറിയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളോട് കുറേ പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് യെസ് ഓർ നോ പറഞ്ഞാൽ മതി. യെസ്, YES ടൈപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, യെസ് എന്ന് അടിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ NL05 ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. 990. പ്രിയ ഉമേഷ് യെസ് പറഞ്ഞു. അടുത്തത് NL06 ആണ്. രമ്യ ബാലൻ പറഞ്ഞു. നിഷ ധനീഷ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. നല്ല കുട്ടികൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി.
അടുത്ത സെറ്റ് NL6 ആണ്. NL6 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കാശിന്റെ സെറ്റാണ്. അതിന്റെ മുകളിൽ നമ്മളുടെ പണ്ടത്തെ ഡിസൈനിലുള്ള മത്തങ്ങ ബോൾസ് ആണ്. NL06 ആണ്. 1190 rupees. നോക്കിക്കേ അതിന്റെ ഡിസൈൻ. സുനിത വി നായർ യെസ് പറഞ്ഞു, അമൃത പറഞ്ഞു യെസ്, ഗീത നായർ യെസ് പറഞ്ഞു, രചന രാജൻ യെസ് പറഞ്ഞു, രഞ്ജു ബിനു പറഞ്ഞു, സുനിത വി നായർ, കുഞ്ഞാറ്റ ആന്റിയുടെ ഞാൻ കണ്ടായിരുന്നു, ആന്റി ആദ്യമേ കണ്ടത്. NL06 ആണ്. ഇത് 1190 ആണ് ഇതിന്റെ റേറ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഇതിന്റെ നല്ല വർക്കും ഒക്കെ ഉണ്ട്. താഴോട്ട് ആ ഒരു കാശിന്റെ ബീഡ്സും ഉണ്ട്. കാശിന്റെ ബീഡ്സിന് നല്ല കട്ടിയും ഉണ്ട് കേട്ടോ. ഓക്കെ, വിജയലക്ഷ്മി ഹായ്, താങ്ക് യു സോ മച്ച്. തുളസി മനോജ് ഹായ് യെസ് പറഞ്ഞു. പ്രിയ ഹായ് ഡാ. അപ്പൊ ഇത് NL06 ആണ്. 6ാമത്തെ സെറ്റ് ആണ്. 1190. കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ കയറിയവരാണെങ്കിൽ അവരോടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ അടിക്കണേ. ഓക്കെ, കുറെ ആയോ? ഇല്ലടാ മീനു, 6ാമത്തേതായിട്ടേ ഉള്ളൂ. അടുത്ത സെറ്റ് NL07 ആണ്. എഗെയിൻ കാശിന്റെ തന്നെ സെറ്റാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ടിപ്പിക്കൽ ഗോൾഡിന്റെ സെറ്റ് അല്ല. രശ്മി ശ്രീധർ താങ്ക് യു സോ മച്ച്. ടിപ്പിക്കൽ ഗോൾഡിന്റെ ജ്വല്ലറിയിലെ ടിപ്പിക്കൽ കാശിമാലയല്ല, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഡിസൈനർ കാശിമാലകളാണ്. കറക്റ്റ് വീടാണ്. ഡിസൈനർ കാശിമാലകളാണ്. ടിപ്പിക്കൽ നമ്മുടെ ട്രഡീഷണൽ കാശിമാലകളല്ല, ഡിസൈനർ കാശിന്റെ മാലകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോന്നും കാണിക്കുന്നത്. NL07 ആണ് 7ാമത്തെ സെറ്റ്. 770. പക്ഷെ വെരി സോറി ഫോർ ഓൾ ദി നോൺ ഹിന്ദുസ്, എല്ലാം ദേവി ഇംപ്രിന്റ് ഉള്ളതാണ്. NL07 ആണ്. 770. നോക്കിക്കേ, ഇതും ആന്റിക് ഡിസൈൻ ആണ്. ഷിത സിനിൽ ഹായ്, താങ്ക് യു സോ മച്ച്. നിഷ ഗൗരി ശങ്കർ താങ്ക് യു. ദീപ താങ്ക് യു. ഷിത ഹായ് താങ്ക് യു. മീനു താങ്ക് യു ഡാ. അപ്പൊ NL07 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 770 770 770 NL07. അമ്മിണി ഹായ് എന്ന് ഒന്ന് പറയോ ചേച്ചി? അമ്മിണി കുട്ട ഹായ്. NL770. അമ്മിണി എന്നാ ഞാൻ എന്റെ കുഞ്ഞിനെ വിളിക്കുന്നത്. NL7 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. 770 ഡിസൈനർ കാശിമാലയാണ് NL7. അടുത്തത് വേറൊരു കാശിമാലയാണ്. അതിന്റെ തന്നെ ഒരു സ്റ്റോൺ വരുന്ന കാശിമാലയാണ്. NL8 ആണ്. ഇത് 990 കേട്ടോ. ഇത് 990 ആണ്. ഒരു മേളില് റൂബി സ്റ്റോൺസ് വരുന്ന കാശിമാല തന്നെയാണ്. എഗെയിൻ വേറൊരു ഡിസൈനർ കാശ്. NL8 ആണ്. 8ാമത്തെ സെറ്റ് ആണ്. 990 rupees. അഗെയിൻ 990 rupees. NL8 8ാമത്തെ സെറ്റ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. താങ്ക് യു ബിന്ദു. NL8 ആണ് 8ാമത്തെ സെറ്റ്. 990. NL8 990 കേട്ടോ. NL8 ഇത് ഞാൻ വെച്ച് കാണിക്കാം. ഇത് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവും. കാരണം ഇതിന്റെ സ്റ്റോൺസ് കൂടെ വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ സാരി കീറി ഇതേ കണ്ട, നല്ല രസമാണ്. NL8 ആണ്. റിയൽ ഗോൾഡിന്റെ പുറത്ത് തന്നെ ഡിസൈൻ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. 8ാമത്തെ സെറ്റാണ്. NL8 ആണത്. 990. 9ാമത്തെ സെറ്റ് 8ാമത്തെ സെറ്റ് 990. അടുത്തത് കുറേ പേര് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു സെറ്റാണ്. താമരയുടെ ചോക്കറാണ്. നോക്കിക്കേ, NL9 ആണ്. 590 rupees ഉള്ളി. സിമ്പിൾ ആയിട്ടുള്ള ചോക്കറാണ് ദേ. പക്ഷെ എനിക്കൊന്നും ഇട്ടിട്ട് ഞാൻ അറിയത്തില്ല കേട്ടോ, കാരണം മുഖം വലുതായത് കാരണം. ഞാൻ ഇതുപോലത്തെ ഇടുവാണെങ്കിൽ എന്തായാലും ലെയർ ചെയ്യും. ഐ വിൽ ഗോ ഫോർ ദ ലെയറിംഗ് ഓപ്ഷൻ. പ്രത്യേകിച്ചും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ കാശിമാലയൊക്കെ ഇട്ടിട്ട് അതിന്റെ മേളിലോട്ട് ഇത് വെച്ച് ലെയർ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് കാണത്തില്ല. മോളുടെ പ്രായം തന്നെയാണ് മോക്കും. അതെ 3 വയസ്സായല്ലേ. NL9 590. നോക്കിക്കേ, 590. ഇത് നിങ്ങൾക്ക് ഡിസൈൻ കാണണമെങ്കിൽ ഞാൻ ഇതിൽ വെച്ച് കാണിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ കാണത്തില്ല. NL9 ആണ്. 590. 590 രൂപ. 590 rupees ഉള്ളി. ഞാൻ ഇത് ക്ലോസപ്പിൽ വെച്ച് കാണിക്കാം. 590. ഇത് താമരയുടെ സ്റ്റഡുകൾ വരുന്നുണ്ട്. 590. സിമ്പിൾ ആയിട്ടുള്ള കാശിന്റെ കാശല്ല, സോറി, താമരയുടെ സ്റ്റഡാണ്. NL9 ആണ്. 590. താങ്ക് യു ജയശ്രീ. നോക്കിക്കേ, ക്ലോസപ്പിൽ നിങ്ങൾക്ക് ഡിസൈൻ കാണാമല്ലോ. NL9 9ാമത്തതാണ്. 590. NL9 590 ആണ്. 590 NL9. അടുത്തത് ഞാൻ മുന്നേ കാണിച്ച ആ ഒരു ഗ്രീനിന്റെ തന്നെ റെഡ് കോമ്പിനേഷൻ ആണ്. NL10. പക്ഷെ ഇതിന് നടുക്ക് വരുമ്പോഴത്തേക്കും ചുട്ടിയല്ല, ഇത് നടുക്ക് റൗണ്ട് ഡിസൈൻ ആണ്. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമാണ് ചുട്ടി വന്നിരിക്കുന്നത് കേട്ടോ.
രാജീവ് കൃഷ്ണമൂർത്തി ഹായ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് ചുട്ടിയുടെ ഒരു സെറ്റാണ്. ചുട്ടി പാലയ്ക്ക അതിൻ്റെ ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു സെറ്റാണ്. NL10 ആണ് 720. 10ാമത്തെ സെറ്റാണ് 720 ആണ് കേട്ടോ. കമ്മൽ ഇതാണ് ആ ദേവിയുടെ സ്റ്റഡ്, അതായത് എനാമൽ ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ട് അതിന്റെ മേളിൽ ദേവി ഇംപ്രിന്റ്. എന്നിട്ട് മാലയിലോട്ട് വരുമ്പോൾ നടുക്കായിട്ട് നമ്മുടെ റൗണ്ട് ചുട്ടി, അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ നോർമൽ റോംബസ് ചുട്ടി, എന്നിട്ട് ഈ കമ്മലിന്റെ അതേ തന്നെ ഡിസൈനിലുള്ള ഇത് വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഹാർട്ട് ഷേപ്പിലുള്ള പാലയ്ക്ക. ഹാർട്ടും പിന്നെ മാങ്ങയും ഉണ്ട് കേട്ടോ, മാങ്ങയും കൂടെ വരുന്ന പാലയ്ക്ക. അപ്പൊ ഇത് NL10 ആണ് 720. NL10 10ാമത്തെ സെറ്റാണ് 720. പത്താമത്തെ സെറ്റാണ് NL10 ആണ് 720. അടുത്തത് NL20 ആണ്, സോറി NL11 ആണ്. ഞാൻ മുന്നേ കാണിച്ച ആ ഒരു താമര കാശിമാല. ഓക്കെ, താമരയുടെ കാശിമാലയുടെ അതേ തന്നെ സെയിം ഡിസൈൻ തന്നെ, കളർ വേരിയേഷൻ ആണ്. മുന്നേ കാണിച്ചത് പച്ചയായിരുന്നു, ഇത് റെഡ് ആണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. മുന്നേ കാണിച്ചത് പച്ച, ഇത് റെഡ് ആണ്. NL11 ആണ് 590. നിങ്ങൾക്ക് താഴെ നിന്നുള്ള കമന്റ്സ് വായിക്കുന്നത് കാരണം നിങ്ങൾക്ക് മേളത്തെ ഫോട്ടോയുടെ എന്തെങ്കിലുമൊക്കെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വൈപ്പ് റൈറ്റ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. സ്വൈപ്പ് റൈറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമന്റ്സ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റി വിട്ടാൽ മതിയേ. ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ നിങ്ങളുടെ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വിട്ടാൽ മതി. അപ്പൊ അതേ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് മാറ്റി വിട്ടാൽ മതി, കാണാൻ പറ്റും. ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ താഴത്തെ ഈ ഒരു ആരോ ബട്ടൺ എടുത്ത് ഷെയർ ചെയ്ത് വിട്ടാൽ മതി. ഇവിടെ നിന്നിട്ട് പോസ്റ്റ് നൗ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും പോസ്റ്റ് ആയിക്കോളും. ഓക്കെ, ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ലൈവ് കണ്ടോണ്ടിരിക്കുകയല്ലേ, ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇങ്ങേ അറ്റത്തായിട്ട് ഒരു സെഫ്റ്റിപ്പിന്റെ പോലത്തെ ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിന്റെ ലിങ്കും, രണ്ടും സെയിം ലിങ്ക് ആണ്, രണ്ടും ഇറ്റ് വിൽ ടേക്ക് യു ടു ദി വാട്സ്ആപ്പ് ചാറ്റ്. നമ്മളുടെ വാട്സ്ആപ്പ് ചാറ്റിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇത് സ്പാം ലിങ്ക്സ് ഒന്നും അല്ല. അത് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, ആരും പേടിക്കണ്ട. അപ്പൊ ഇത് വിസിറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ലോഡിംഗ് ആയിട്ട് കാണിക്കും. ലോഡിംഗ് ആയിട്ട് കാണിച്ചിട്ട് വാട്ട് ഈസ് ദിസ്, യു ആർ ലീവിങ് ആപ്പ് എന്ന് പറയും. അപ്പൊ അത് കണ്ടിന്യൂ അടിച്ച് പോകുമ്പോൾ നമ്മുടെ ഇതിലോട്ട് കയറി വരും കേട്ടോ. നമ്മളുടെ വാട്സാപ്പിന്റെ ചാറ്റിലോട്ട് കയറി വരും. നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റിലോട്ട് നമ്മൾക്ക് മെസ്സേജ് അയക്കാൻ. ഓക്കെ, അപ്പൊ ഇത് താങ്ക് യു പ്രിയ. അപ്പൊ ഇത് NL11 ആണ് 590 കേട്ടോ. താമരയുടെ കാശിമാല റെഡ്. അടുത്തത് NL12 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ്. അതായത് കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ഡിസൈൻ ആണ്. പക്ഷെ അത് മാത്രമല്ല, ഒത്തിരി വലിയ മാല ഇടാൻ താല്പര്യം ഇല്ലാത്ത പെണ്ണുങ്ങളും ഉണ്ട്. ഐ മീൻ കുട്ടികളുണ്ട്, ടീനേജേഴ്സ് മെയിൻലി. അവർക്കൊക്കെ പറ്റിയ ഒരു സെറ്റാണ്. ഒരു ഗോപി ഡിസൈനിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺസ് വരുന്ന ഒരു സെറ്റാണ്. അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡും ആണ്. NL12 ആണ് 590 rupees. NL12 സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോപി ഡിസൈൻ ആണ്. അതിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് സ്റ്റോൺസ് വന്നിരിക്കുന്നു. ഓക്കെ, NL12 ആണത് 590, 590. NL12 നിങ്ങൾ ആരും കമന്റ് ചെയ്യാത്തത് തന്നെ ഷെയർ ചെയ്യണേ, മാക്സിമം എല്ലാവരിലോട്ടും എത്തിക്കണേ പ്ലീസ്. NL12 നെറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്റ്റക്കാണോ? ഞാൻ സ്റ്റക്കാണോന്നൊന്ന് പറയണേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നൊന്ന് പറയണം. ഒത്തിരി ആയാലോ കണ്ടിട്ട്, അതോ ഞാൻ കാണാനിട്ടാണോ? ഷീബ ബിജോയുടെ കമന്റ് ഞാനിപ്പോ കണ്ടു. ഷീബ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ തരാം. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറയൂ പ്ലീസ്. NL12 ആണിത് 590, 590. അടുത്തത് NL14 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാശിന്റെ മാലയാണ്. കാശിന്റെ മാലയുടെ മേളിലായിട്ട് റെഡ് സ്റ്റോൺസും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല റെഡ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത്. NL14 ആണ് 870. 14ാമത്തെ സെറ്റാണ്. ഹായ് ഡാ രേണു. ഷിത സുനിൽ താങ്ക് യു സോ മച്ച്. ഞാനത് ഒരു സ്റ്റക്കായിട്ട് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. NL14 14ാമത്തെ കോഡാണിത്. 870. കാശിന്റെ ദേവിയുടെ ഇംപ്രിന്റ് ഉണ്ട് കേട്ടോ.
ഷീനാസ് താങ്ക് യു ആന്റി. NL14 ആണിത്. 870 870. ഓക്കെ 870. അടുത്തത് NL15 ആണ്. ഇതൊരു നല്ലൊരു ഒരു മാങ്ങയുടെ മാലയാണ്. അത് ഇനാമൽ സെറ്റ് ആണ് കേട്ടോ. കാണുന്നുണ്ട്. ഓക്കേടാ, ഇത് ഇനാമൽ സെറ്റ് ആണ്. മാങ്ങയുടെ ഇനാമൽ സെറ്റ് ആണ്. NL15 ആണിത്. 15ാമത്തെ സെറ്റ് ആണ്. 690 റുപ്പീസ്, 690. NL15 ആണ്. 690. 15. പതിനഞ്ചാമത്തെ സെറ്റാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. 690, 690 കേട്ടോ. മാങ്ങയുടെ ഇനാമൽ സെറ്റ് ആണ്. ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കാം. പതിനഞ്ചാമത്തെ സെറ്റ് 690. ഓക്കെ, 15th സെറ്റ് ആണ്. 690 റുപ്പീസ് കേട്ടോ. 690. അടുത്തത് അതിന്റെ തന്നെ റെഡ് കോമ്പിനേഷൻ ആണ്. NL16 ആണ്. അഗെയിൻ 690 റുപ്പീസ്. 690. NL16. ദോ 16ാമത്തെ സെറ്റാണ്. 690 റുപ്പീസ് കേട്ടോ. NL16. 16, 690. NL16. താങ്ക് യു രാജി. NL16 ആണ്. അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള കമ്മലാണ് ഇത്. NL16 ആണ്. 16ാമത്തെ സെറ്റാണ്. NL16 690. 690 കേട്ടോ. 690. NL16. നല്ല റെഡില് പിങ്ക് ഗ്രീൻ കോമ്പിനേഷൻ. മുകളിൽ ഗ്രീൻ സ്റ്റോൺ, താഴെ എനാമൽ. ഓക്കെ, ഇനി 5 എണ്ണം കൂടെ ഉള്ളേ. അടുത്തത് NL17 ആണ്. ഇത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അട്ടികൈ സെറ്റ്സ് ആണ്. ഇനി കാണിക്കാൻ പോകുന്നതെല്ലാം ട്രഡീഷണൽ അട്ടികൈ സെറ്റ്സ്. അതിന്റെ കളർ വേരിയേഷൻസ് മാത്രമാണ് എല്ലാം. അത് കാരണം ഞാൻ എല്ലാം ജസ്റ്റ് കാണിച്ചു പോവാം. ഒരെണ്ണം മാത്രം ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. NL17 ആണ് ആദ്യത്തെ സെറ്റ്. 17ാമത്തെ സെറ്റ് ആണിത്. 990 റുപ്പീസ്. NL17. ഇത് നമ്മുടെ ചുട്ടി വന്നിട്ട് അതിന്റെ മേളില് റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസിന്റെ കോമ്പിനേഷൻ. റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസ്. NL17 ആണ്. 17ാമത്തെ കോഡാണ്. 990. NL17 990 റുപ്പീസ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. നമ്മുടെ നോർമൽ ആയിട്ടുള്ള പണ്ട് മുതലേ ഉള്ള ഡിസൈൻ ആണിത്. NL17 ആണിത്. 990 റുപ്പീസ് ആണിത്. സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് ആണ്. ചെയിൻ വന്നിട്ട് പെൻഡന്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ചോക്കർ ഈ മാല നല്ലപോലെ കയറ്റിയിടുക. നല്ലപോലെ കയറ്റിയിട്ടിട്ട് ഇവിടെ ഒരു മാല ഇങ്ങോട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ ഒരു നല്ലൊരു ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെ പറ്റുന്ന ഒരു സെറ്റ് ആയിരിക്കും. ഓക്കെ, NL17 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. NL17 990 റുപ്പീസ് കേട്ടോ. 990 രൂപ. ആന്റിക് ഡിസൈനിലുള്ള ഒരു ചുട്ടി ചെയിൻ ആണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മൽ. ഇത് ഇങ്ങനെയാണ്. ഇത് തന്നെയാണ് കേട്ടോ പെൻഡന്റും. ക്ലോസപ്പിൽ കാണേണ്ടവർക്ക് കാണാം. ഇത് തന്നെയാണ് പെൻഡന്റ്. സെയിം ആണ് പെൻഡന്റ്. ഡിസൈനും ഷേപ്പും ഒക്കെ സെയിം ആണ്. NL17 ആണ്. 990. റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസ്. ഓക്കെ, NL17. ഇനി ഇതിന്റെ തന്നെ കളർ കോമ്പിനേഷൻസ് അല്ലെ കളർ വേരിയേഷൻസ് ആണ് ഇനി കാണിക്കുന്നത്. NL18 ആണ്. സെയിം സെറ്റ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. മാലയുടെ സ്റ്റോണ് ഫുൾ റൂബിയാണ്. കമ്മലിനും അതുപോലെ തന്നെ ഫുൾ റൂബി. NL18 ആണിത്. 18 990. NL18 990. സെയിം സാധനം. NL18 ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിന്റെ കളർ വേരിയേഷൻ. NL18 ആണ്. 990 റുപ്പീസ്. 18 18ാമത്തെ സെറ്റ് 990 റുപ്പീസ്. NL18 18 ആണ്. 990 റുപ്പീസ്. പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കോഡ് നോട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യാൻ. ഇന്നലെ നമുക്ക് കുറെ ഇത് പറഞ്ഞിരുന്നു. എല്ലാവരും കുറച്ച് പേര് ഫോട്ടോസ് മാത്രം അയക്കുന്നുള്ളൂ. അപ്പോൾ ദയവ് ഇത് നിങ്ങൾ കോഡ് നോട്ട് ചെയ്യും. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ. ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുക. പക്ഷെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ കോഡ് മാത്രം മതി. അപ്പോൾ കോഡ് നോട്ട് ചെയ്തിട്ട് മതി. നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നമുക്കത് അയക്കാന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ ഫോട്ടോ എടുക്കാനും സ്ക്രീൻഷോട്ട് എടുക്കാൻ ചിലപ്പോൾ അറിയണമെന്നില്ല. ചിലപ്പോൾ വെറുതെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ പ്രായമുള്ളവർക്കാണ് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ അറിയാവുന്നത്. അപ്പോൾ ഞാൻ ഇതായിട്ട് പറയുകയാണ്, കോഡ് മാത്രം നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ മതി. നമ്മൾ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് കോഡ് മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത സെറ്റ് NL19 ആണ്. NL19 അല്ലേ? അതോ ആണോ? NL19 ആണ്. സെയിം സാധനമാണ്. സെയിം സാധനം NL19 അത് പക്ഷെ ഗ്രീൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. കമ്മല്
മാല ഒന്ന് ഉടക്കിയിരിക്കുമെന്ന് ഒരു മിനിറ്റ്. NL 19 ആണ്, 990. ഇതാണ് കേട്ടോ കമ്മല്. ഗ്രീൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഗ്രീൻ വിത്ത് വൈറ്റ് എല്ലാം സെയിം ആണ്. ഇത് ഞാനിപ്പോൾ ആദ്യമേ കാണിച്ചത് ഈ ഒരു വേരിയേഷനിൽ ആദ്യത്തെ കളർ ജോണർ ഇതാണ്. നമ്മുടെ NL 17 തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. 17 റൂബി വിത്ത് വൈറ്റ് കോമ്പിനേഷൻ, 18 ഫുൾ റൂബി. ഇതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് റൂബി വിത്ത് ഗ്രീൻ വിത്ത് വൈറ്റ് സ്റ്റോൺസ്. ഓക്കെ, NL 19 ആണ് ഇപ്പൊ കാണിക്കുന്നത്, 990 rupees. NL 19 990 rupees. ഓക്കെ, അടുത്തത് NL 20 ആണ്. NL 20 അതേ തന്നെ സെയിം മാല തന്നെ. NL 20 ആണ്, 990. ഫുൾ റൂബി വന്നിരിക്കുന്നു. NL 20 ഫുൾ റൂബി, സോറി ഫുൾ റൂബി അല്ല, ഫുൾ ഗ്രീൻ സ്റ്റോൺ, എമറാൾഡ് സ്റ്റോൺ. NL 20 990. സെയിം കളർ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ 17 തൊട്ട് 20 വരെ ഉള്ളതെല്ലാം ഈ പാറ്റേൺ ആണ്. ഒന്ന് റൂബി ആൻഡ് വൈറ്റ്, ഒന്ന് ഫുൾ റൂബി, ഒന്ന് എമറാൾഡ് ആൻഡ് വൈറ്റ്, ഒന്ന് ഫുൾ എമറാൾഡ്. അങ്ങനെ NL 20 വരെ സെയിം റേറ്റ് ആണ്, 990. ഓക്കെ, അടുത്തത് നമ്മളുടെ ലാസ്റ്റ് സെറ്റാണ് ഈ ലൈവിലെ. NL 21 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺഡ് ചോക്കറിന്റെ ഒരു സെറ്റാണ്. NL 21 ആണ്, 590. NL 21 ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ള സെറ്റാണ്. NL 21 590. NL 21 ആണ്. 21ാമത്തതും നമ്മുടെ ലാസ്റ്റ് കോഡുമായിട്ടുള്ള NL 21 ആണ്, 590. ഓക്കെ, 590. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ സിമ്പിൾ നെക്ലസിന്റെ ലൈവ് കഴിഞ്ഞു. എല്ലാവരും വെയിറ്റിംഗ് ആയിട്ടിരുന്ന ഒരു ലൈവ് ആയിരുന്നു ഇന്നത്തെ ലൈവ്. സിമ്പിൾ നെക്ലസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സെറ്റാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ലൈവ് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഹാരംസ് ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി, എഗെയിൻ എക്കണോമി കളക്ഷൻസിൽ വരുന്ന ഹാരംസ് ആയിരിക്കും. ചെയിൻ വിത്ത് ദേവി പെൻഡന്റും അങ്ങനത്തെ വരുന്ന ടൈപ്പിലുള്ള കളക്ഷൻസ് ആയിരിക്കും നെക്സ്റ്റ് വീക്കിലുള്ള ലൈവിന്റെ. അത് ഞാൻ അറിയിക്കാം. മോസ്റ്റ്ലി അത് തന്നെ ആയിരിക്കും, വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അതായിരിക്കും. ഇൻ ബിറ്റ്വീൻ വേറെ ന്യൂ ലോഞ്ചസ് ഉണ്ടാവും, പുതിയ കളക്ഷൻസിന്റെ ഒക്കെ ലോഞ്ച് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റയിലും FBയിലും റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കേടാ പ്രിയ. അപ്പോൾ താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ലൈവ് ജോയിൻ ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. ഇപ്പൊ ജോയിൻ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ചത്തെ ലൈവ് എന്താണെന്ന് ഞാൻ പറയാം. അടുത്ത ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ഫ്രൈഡേ 23 ആണ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. അടുത്ത ആഴ്ചത്തെ ലൈവ് മോസ്റ്റ്ലി ഹാരംസ് ആയിരിക്കും. പറയാം, ഫ്രൈഡേ ആണോ സാറ്റർഡേ ആണോ എന്ന് അറിയില്ല. എന്തായാലും ഹാരംസിന്റെ ലൈവ് ഉണ്ടാവും. പിന്നെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് വളകൾ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. അങ്ങനെ പലതുണ്ടാവും. വളയോ സ്റ്റഡ്സോ ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ. സിനി പ്രമോദ് ഹായ്. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്, ടാറ്റ. അപ്പൊ അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സോ മച്ച്, ടാറ്റ ടാറ്റ. ഫിനിഷ് ബട്ടൺ ഞെക്ക് ചെയ്യാൻ പറ്റുന്നില്ല.